നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്ത നിവാരണത്തിനായി സഹായം നൽകാത്ത കേന്ദ്ര നിലപാട് അങ്ങേയറ്റം ക്രൂരമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. എന്ത് പ്രതിസന്ധിയുണ്ടായാലും വയനാട് പുനരധിവാസം സംസ്ഥാന സർക്കാർ നീതിയുക്തം നടപ്പാക്കും. വയനാട് പുനരധിവാസ സഹായം നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ LDF. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളും പ്രതിഷേധവും ശക്തം. കരട് വാർഡ് വിഭജന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരമായില്ലെങ്കിൽ UDF ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KKA അസീസ്. കരട് റിപ്പോർട്ടിനെതിരെ അനങ്ങനടിയിൽ UDFന്റെ പ്രതിഷേധ മാർച്ചും ധർണയും. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ പ്രകടനം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദി ഭാരതത്തെ വെട്ടിമുറിച്ച കോൺഗ്രസ് ആണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. അധികാരാർത്തിമൂത്താണ് കോൺഗ്രസ് രാജ്യത്തെ വിഭജിച്ചതെന്നും ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുന്നതാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷതയെന്നും വത്സൻ തില്ലങ്കേരി. പാലക്കാട്ട് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ പ്രതിഷേധ സമ്മേളനം. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് 12 ഉപജില്ലകളിൽ നിന്നായി 370ഓളം വിദ്യാർത്ഥികൾ. സമാപനം നാളെ. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്ത നിവാരണത്തിനായി സഹായം നൽകാത്ത കേന്ദ്ര നിലപാട് അങ്ങേയറ്റം ക്രൂരമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. വയനാട് പുനരധിവാസ സഹായം നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ LDF നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. വിജയരാഘവൻ. വ്യോമസഹായത്തിന് വാടക ഈടാക്കിയതിലൂടെ കേന്ദ്രത്തിന് കേരളത്തോടുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടെന്നും A. വിജയരാഘവൻ ചൂണ്ടിക്കാട്ടി. സഹജീവികളോട് കരുണയും മനുഷ്യത്വവുമില്ലാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ലോകം മുഴുവൻ വേദനിച്ച, ഒരിക്കലും മറക്കാത്ത നോവായി അവശേഷിക്കുന്നതാണ് വയനാട് ദുരന്തം. ശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും 40-50 കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് കണ്ടെടുക്കേണ്ടി വന്ന ദുരവസ്ഥ കേന്ദ്ര സർക്കാരിനെ ഒരു തരത്തിലും വേദനിപ്പിച്ചില്ലെന്നാണ് വ്യക്തമാകുന്നത്. പുനരധിവാസത്തിനായി സർക്കാർ നൽകിയ അപേക്ഷയും കണക്കുകളും പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതര മാർഗങ്ങളിലൂടെയുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതും വിലക്കുകയാണ്. വയനാട്ടിൽ പഞ്ചായത്തിലെ ഒരു ഭാഗം ഒലിച്ചുപോയി എന്ന BJP നേതാവിൻ്റെ പ്രസ്താവനയും കേന്ദ്ര നയത്തോടൊപ്പം കൂട്ടിവായിക്കണം. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വയനാടിൻ്റെ ക്ഷേമത്തിനായി ഇരകൾക്കു വേണ്ടി സംസ്ഥാന സർക്കാർ കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു പ്രതിസന്ധിയുണ്ടായാലും വയനാട് നീതിയുക്തം പുനരധിവാസം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ ഉണ്ട് കേരളത്തിൽ. വയനാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളാകെ പ്രകൃതിയുടെ മുന്നിൽ തോറ്റിരിക്കുന്നു. എത്ര ഭയാനകമായ ദുരന്തമാണ്. കുടുംബങ്ങൾ ഒന്നാകെ അങ്ങ് പോവുകയാണ്. ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി മാത്രം ബാക്കിയത്, അല്ലെങ്കിൽ വിവാഹപ്രായമായ ഒരു അനിയത്തി മാത്രം ബാക്കിയത്. അങ്ങനെയല്ലേ നമ്മൾ ആ ദുരന്തങ്ങളെ കണ്ടത്? നമ്മൾ അന്തരം പോയി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 3 ദിവസം മുമ്പ് അത് ആ ദുരന്തത്തിനിരയായ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ കേരള ഗവൺമെന്റിൽ ഒരു ഞാൻ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കോടതി അതും ക്യാൻസൽ ചെയ്യൂ എന്നുള്ള പേടിയുള്ള ആളാണ് ഞാൻ. ഇപ്പോഴത്തെ CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, ഘടകകക്ഷി നേതാക്കളായ KR ഗോപിനാഥ്, എടത്തറ രാമകൃഷ്ണൻ, TK നൌഷാദ്, അഡ്വക്കേറ്റ് ഗോകുൽദാസ്, ഡോക്ടർ P സരിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കരട് വാർഡ് വിഭജന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരമായില്ലെങ്കിൽ UDF ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KKA അസീസ്. CPM ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരിലൂടെ അടിച്ചേൽപ്പിച്ചാണ് കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്നും അസീസ് ആരോപിച്ചു. കരട് വാർഡ് വിഭജന റിപ്പോർട്ടിനെതിരെ അനങ്ങനടി പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു
കെ അസീസ്. അനങ്ങനടി പഞ്ചായത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കെ അസീസ് ആരോപിച്ചു. കരട് റിപ്പോർട്ടിനെതിരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ച പരാതികളിന്മേൽ ഉചിതമായ തീർപ്പായില്ലെങ്കിൽ UDF ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കെ അസീസ് വ്യക്തമാക്കി. അധികരിക്കുന്ന പഞ്ചായത്തുകളാവട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളാവട്ടെ, അവിടെ എല്ലാ വാർഡുകളുടെയും അതിരുകൾ മാറും. കാരണം ഇത് ബ്ലോക്ക് വൈസിലാണ് വാർഡുകളുടെ അതിർത്തികൾ പുനർനിർണയിച്ച് വിഭജിച്ച് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതല്ലാതെ ബ്ലോക്ക് വൈസാണ് ഒന്നാം വാർഡ് മുതൽ തുടങ്ങണം, ഒന്നാം വാർഡ് മുതൽ ഇങ്ങനെ വിഭജിച്ച് വരണം. അതല്ലാതെ ഇടയ്ക്ക് വെച്ചിട്ട് ചില വാർഡുകളൊക്കെ അതിരുകൾ മാറ്റുക. CPI ആധിപത്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് ആധിപത്യമുള്ള പഞ്ചായത്തുകളുടെ വാർഡുകൾ അതേപടി നിലനിർത്തുക. UDF അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P. അബ്ദുൽ റഹ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ P. ഉണ്ണീൻകുട്ടി മാസ്റ്റർ, മുസ്തഫ പടിയത്ത്, MA റിയാസ് മാസ്റ്റർ, കെ സുലേഖ, PV ജുമൈലത്ത്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ദാസ് ശങ്കർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് V. മുരളീധരൻ മാസ്റ്റർ സ്വാഗതവും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം മേനകം നന്ദിയും പറഞ്ഞു. കോതക്കുറിശ്ശിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് A. മുഹമ്മദ് കുട്ടി, നാസർ കണക്കാത്ത്, CP രായൻകുട്ടി, T. അലവി, EP ഷിഹാബ് മാസ്റ്റർ, രാജേഷ് മുണ്ടനാട്ടുകര, രാജു ചാക്കോ, P. ആലിപ്പു, മുസ്തഫ പുലാക്കൽ, മുനീറുദ്ദീൻ, TM ഷെരീഫ്, മുനീർ ഷാനു, T. രാജേഷ്, ദാസൻ, M. യാക്കൂബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയവും രാഷ്ട്രീയ പക്ഷപാതപരവുമാണെന്നാരോപിച്ച് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷററും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കണക്കുകൂട്ടലെങ്കിൽ ആ കണക്കുകൂട്ടൽ നിങ്ങളുടെ പുസ്തകത്താളുകളിൽ എഴുതി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ അനുയായികളെ മാത്രം നോക്കിയല്ല ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെയുള്ള പഞ്ചായത്ത് സെക്രട്ടറിയോട് പറയാനുള്ളത്, ഭരണക്കാർ ഇന്ന് വരും, നാളെ മാറും, എല്ലാം കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് ചിലപ്പോൾ പറയും, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയും, ഭരണസമിതിയിലുള്ള അംഗങ്ങൾ പറയും. അത് കേട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനനുസരിച്ച് തുള്ളുകയാണെങ്കിൽ ഭരണം 1.5 കൊല്ലം കഴിഞ്ഞു പോകും. ഉദ്യോഗസ്ഥന്മാര് സർവീസ് ഇനിയുമുണ്ട്, അവർക്ക് പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കണം. അതുപോലെ തന്നെ കാലാകാലങ്ങളായി ഇവിടെ ചിലപ്പോൾ ഇടതുപക്ഷം തന്നെ ഭരിച്ചുകൊള്ളണമെന്നില്ല. ലീഗ് സെക്രട്ടറി KP മുനീർ അധ്യക്ഷത വഹിച്ചു. S. ഷെഫീർ, സബിത, മുനീർ, പഞ്ചായത്ത് അംഗം റജുല, സുലൈമാൻ, PS ബഷീർ, OB ഫാസിൽ, അലിയാർ, ഷിയാസ്, KM മുസദ്ദിഖ്, യൂത്ത് ലീഗ് സെക്രട്ടറി സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വിഭജനത്തിനെതിരെ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് മുസ്ലിം ലീഗ് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദി ഭാരതത്തെ വെട്ടിമുറിച്ച കോൺഗ്രസ് ആണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിനും പീഡനങ്ങൾക്കുമെതിരെ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി പാലക്കാട്ട് നടത്തിയ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വത്സൻ തില്ലങ്കേരി. അധികാരാർത്തി മൂത്താണ് കോൺഗ്രസ് രാജ്യത്തെ വെട്ടിമുറിച്ചതെന്ന് വത്സൻ തില്ലങ്കേരി ആരോപിച്ചു. ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്താനാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷത. ഇവിടെ ന്യൂനപക്ഷ വേട്ട ആരോപിക്കുന്നവരൊന്നും ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെടുന്നതിനെതിരെ മിണ്ടുന്നില്ല. ആ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട് വലിയങ്ങാടിയിൽ പ്രകടനം നടത്താൻ CPM-നോ കോൺഗ്രസിനോ ധൈര്യമുണ്ടോ എന്നും വത്സൻ തില്ലങ്കേരി ചോദിച്ചു. കോൺഗ്രസിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന CPM-ഉം അതേ വഴിയിലൂടെയാണ് പോകുന്നത്. സത്യം പറയുന്നവരെ വർഗീയവാദികളാക്കുന്നു. അതാണ് ശശി തരൂർ MP-ക്ക് സംഭവിച്ചത്. ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഒരു ചൂണ്ടുവലകയാണ്. ഇതിനെതിരെ നാടിനെ ബോധവൽക്കരിക്കണമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു.
ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അതിദയനീയമായ നരകയാതനകളെ കുറിച്ച് അവർ നേരിടുന്ന പീഡന പർവ്വത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക കണക്ക് പ്രകാരം 1200 പേരാണ് അവിടെ ഇതിനകം കൊല ചെയ്യപ്പെട്ടത്. എല്ലാ മാധ്യമങ്ങളും പറയുന്നത് ആ കണക്ക് പുറത്തു വന്ന ഔദ്യോഗികമായ കണക്കാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ. ആരാണ് ഇതിന് ഉത്തരവാദി? പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോ അവിടെ ഇത് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നേതൃത്വത്തിലുള്ള ജിഹാദി കൂട്ടങ്ങളാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. പക്ഷേ ഈ എരുതിയിലേക്ക് ഈ ഹിന്ദുക്കളെ, നിരാലംബരായ നിസ്സഹായരായ ഈ ഹിന്ദുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുരുന്നുകളെ എറിഞ്ഞുകൊടുത്ത ശക്തികൾ ഏതാണ് എന്നുള്ളത് ശരിയാവണ്ണം പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്തരം ആവർത്തിച്ചു വരുന്ന ദുരനുഭവങ്ങളെ ചെറുക്കാൻ സാധ്യമല്ല. ശത്രു ആരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. സ്വാമി അശേഷാനന്ദ, സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി ദേവാനന്ദപുരി എന്നിവർ പ്രഭാഷണം നടത്തി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമം പ്രതിരോധിക്കാൻ ഭാരത സർക്കാരിൻ്റെ ഇടപെടൽ പ്രതീക്ഷയേകുമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. RSS വിഭാഗ സംഘചാലക് VK സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. സഹസംഘചാലക് ജയറാം, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി CN ശ്രീരാമൻ, ജില്ലാ അധ്യക്ഷൻ G മധുസൂദനൻ, VHP വിഭാഗ് കാര്യദർശി C രവീന്ദ്രൻ, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് RK മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് പട്ടാമ്പി വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വ്യാഴാഴ്ചയാണ് അരങ്ങുണർന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അറിയാം, കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. നമുക്കറിയാം, നമുക്കൊരു തുടക്കത്തിൽ തന്നെ ഒരു സംഗീതം, പുല്ലാങ്കുഴൽ സംഗീതം കേട്ടു. നമ്മളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി അത് വായിച്ചത്. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായ കഴിവുകൾ, ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഈശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവുകളൊക്കെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർഗോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമുക്ക് പാഠപുസ്തകങ്ങളിൽ കവിതകളും കഥകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള സർഗോത്സവത്തിൽ കൂടിയാണ് കുട്ടികളിലുള്ള കലാവാസനയെ പുറത്തെടുക്കുന്നതും. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ K ജയപ്രകാശ്, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, AK മുഹമ്മദ് അലി, AEO BT ബിന്ദു, അജോയ് ശങ്കർ, K അശോകൻ, KP റഫീഖ്, P ബീന, KK മണികണ്ഠൻ, M ഗീത, AK അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 12 ഉപജില്ലകളും അട്ടപ്പാടി ഏരിയ എന്നീ 13 മേഖലകളിൽ നിന്നായി 370ഓളം വിദ്യാർത്ഥികളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത്. UPHS വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. 2 ദിവസത്തെ സർഗോത്സവം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സർഗവൈഭവത്തിന്റെ സമ്പന്നമായ അരങ്ങാണ് സർഗോത്സവങ്ങൾ. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ ക്രിയാത്മകമായി വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് സർഗോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങളുടെ ആരവമില്ലാതെ, അസമത്വത്തിന്റെ ആവലാതികളില്ലാതെ അനന്തമായ ഭാവനകൾ ഇവിടെ ചിറകടിച്ചുയർന്നു. കഥയും കവിതയും പാട്ടും അഭിനയവും ഒക്കെയായി വള്ളുവനാടിന്റെ മടിത്തട്ടിൽ സർഗോത്സവം പുരോഗമിക്കുന്നു.
പാട്ട്, കഥ, കവിത, ചിത്രരചന, പുസ്തകാസ്വാദനം, നാടൻപാട്ട്, അഭിനയം, കാവ്യാലാപനം എന്നീ 7 ഇനങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മംഗലശ്യാമ മഹാവിപിനങ്ങളെ കണ്ഠയാലമ്മണി പൈതലില്ല സ്വാസ്ഥ്യമെപ്പോഴും മല്ലികയ്ക്കുണ്ടമ്മ മാലതിക്കുണ്ടമ്മ കല്യാണ കൃഷ്ണനും അമ്മയുണ്ടത്ഭുതം ഭംഗിയില്ലാത്തൊര കാന്തിക്കുമുണ്ടമ്മ ഗംഗയ്ക്കു മാത്രമില്ലെങ്കിൽ സഹിക്കുമോ. ശനിയാഴ്ച മത്സരങ്ങൾ സമാപിക്കും. സമാപന സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. സർഗോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഓരോ ഇനത്തിലും മികച്ച 2 പേരെ തിരഞ്ഞെടുക്കും. ഇവരെ സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വന്ദേ ഭാരത് എക്സ്പ്രസ് 3 മണിക്കൂറോളം ഷൊർണൂരിൽ കുടുങ്ങിയത് ബ്രേക്കിംഗ് കൺട്രോൾ യൂണിറ്റിലെ സാങ്കേതിക തകരാറ് മൂലം. ഇന്നലെ വൈകിട്ട് 5:30 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടേണ്ട ട്രെയിൻ സാധാരണ ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ച് രാത്രി 8:40 പുറപ്പെട്ടത്. ഇതിനിടെ യാത്രക്കാരെ ഇന്റർസിറ്റിയിൽ കയറ്റിവിടാനുള്ള ആലോചനയുണ്ടായെങ്കിലും ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി. കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടയുടൻ ബി ക്യാബിന് സമീപം നിർത്തിയത്. ബ്രേക്കിംഗ് കൺട്രോൾ യൂണിറ്റിലെ സാങ്കേതിക തകരാറായിരുന്നു കാരണം. ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെത്തി ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല. ഇതേ തുടർന്ന് ഇലക്ട്രിക് എഞ്ചിൻ ഘടിപ്പിച്ച് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. വൈകിട്ട് 7:40 സ്റ്റേഷനിലെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തിരിച്ചെത്തിച്ച ശേഷമാണ് കൃത്യമായ തകരാർ കണ്ടെത്തിയത്. ഇതിനിടെ യാത്രക്കാരെ ഇന്റർസിറ്റിയിൽ കയറ്റിവിടാൻ ആലോചനയുണ്ടായെങ്കിലും ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി. ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയാണ് രാത്രി 8:40 ട്രെയിൻ സ്റ്റേഷൻ വിട്ടത്. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ റെയിൽവേയുടെ വലിയ സംഘം ട്രെയിനിൽ കയറിയിരുന്നു. പതിവ് വേഗമില്ലാതെയാണ് ട്രെയിൻ യാത്ര തുടർന്നത്. വടക്കൻ ജില്ലകളിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകേണ്ടവർ ഉൾപ്പെടെ ട്രെയിനിലുണ്ടായിരുന്നു. വന്ദേ ഭാരത് കുടുങ്ങിയത് പിറകെ വന്ന മറ്റ് ചില ട്രെയിനുകളെയും ബാധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലേക്ക് പാഞ്ഞു കയറി അപകടം. വിദ്യാർത്ഥിനിക്ക് പരിക്ക്. മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപം വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. വ്യാഴാഴ്ച രാവിലെ മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് സ്റ്റോപ്പിലാണ് സംഭവം. വളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടയിൽ പാലക്കാട് നിന്നും പലവ്യഞ്ജനങ്ങളുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബസിന്റെ ഇടതുഭാഗത്തെ ഫുട്പാത്തിലൂടെ സഞ്ചരിച്ച് മുന്നിലെ വാതിലിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ സമയം ബസ്സിൽ നിന്നും ഇറങ്ങുന്ന വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാരാട്ട് കുറീസിന്റെ പട്ടാമ്പി ശാഖയിൽ പോലീസ് പരിശോധന. കാരാട്ട് കുറീസ് ഉടമകൾ കോടികളുമായി മുങ്ങിയതായുള്ള ഇടപാടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. മലപ്പുറം കൂരിയാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ഉടമകൾ കോടികളുമായി മുങ്ങിയതായുള്ള പരാതികളുമായി ഇടപാടുകാർ രംഗത്തെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ 14 ശാഖകളിൽ നിന്നുമുള്ള തുകയുമായാണ് ഉടമകൾ മുങ്ങിയതായി പരാതിയുള്ളത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സിവിൽ സ്റ്റേഷൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന കുറീസിന്റെ ശാഖയിൽ പരിശോധന നടത്തിയത്. പട്ടാമ്പി SI മണികണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംഭവം അറിഞ്ഞ് ഇടപാടുകാരും സ്ഥലത്തെത്തിയിരുന്നു. പട്ടാമ്പി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി ആളുകളുടെ പണം നഷ്ടപ്പെട്ടതായുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ഉടമകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇടപാടുകാരുടെ ആവശ്യം.
ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് കലാഞ്ജലി 2024 ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് മുഖേന ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ലസ്റ്ററിൽ വിന്യസിച്ച കലാകാരന്മാർ പരിശീലിപ്പിച്ച വജ്രജൂബിലി കലാകാരന്മാരുടെയും പഠിതാക്കളുടെയും സർഗസംഗമമായിരുന്നു കലാഞ്ജലി. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ സുരേഷ്, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ ചന്ദ്രബാബു, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം ടീച്ചർ, S അശ്വതി, കെ രാധാകൃഷ്ണൻ മാസ്റ്റർ, കെ ശ്രീവത്സൻ, AP ബാലൻ, കെ വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സായാഹ്ന പഠന കേന്ദ്രം ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലായി മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, കഥകളി സംഗീതം, കർണാടക സംഗീതം, തോൽപ്പാവക്കൂത്ത്, പൂതൻതിറ, മാപ്പിള കലകൾ, മ്യൂറൽ പെയിൻറ്റിംഗ് എന്നീ കലകളുടെ പരിശീലനം ലഭിച്ച 200-ലധികം കലാകാരന്മാരുടെ അവതരണം തുടർന്ന് നടന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നിറച്ചാർത്ത് നീ ഫെസ്റ്റിന്റെ 9ാം പതിപ്പിന് വടക്കാഞ്ചേരി അങ്കക്കാട് നിദർശനയിൽ തുടക്കമായി. ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ 20ഓളം ചിത്രകാരന്മാർ നിറങ്ങളുടെ ഉത്സവമായ നീ ഫെസ്റ്റ് കലാ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ചിത്രകാരനായ ദേവു നെന്മാറ, ഷജിത R ശങ്കർ, ഗോപികൃഷ്ണ, പ്രശാന്ത സാഹു എന്നിവർക്കൊപ്പം ചേർന്ന് ക്യാമ്പ് കൂറേറ്ററായ സുജിത് N സമ്മുഖത്ത് ഭദ്രദീപം തെളിയിച്ചു. നിഫെസ്റ്റ് ഓരോ കലാകാരൻ്റെയും ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഇന്ത്യയിലെവിടെയും ഇത്തരമൊരു മാതൃക കാണാൻ കഴിയില്ലെന്നും ക്യൂറേറ്റർ സുജിത് അഭിപ്രായപ്പെട്ടു. എങ്കക്കാട്ടെ നിദർശനയിലും പരിസരങ്ങളിലുമായാണ് കലാസൃഷ്ടികൾ നടക്കുന്നത്. കലാസമിതി അങ്കണത്തിൽ ഗ്രാമീണ കലോത്സവവും നടക്കും. കാലദോഷം തീർന്നു പോയോ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ഞമ്മക്ക് കൂട്ടാൻ വെക്കാൻ ചെല്ലി കൊണ്ടേ പറ്റാളാ എന്ത് മീനാറപ്പത് ഞങ്ങണ്ടല്ല. ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ നിറച്ചാർത്ത അംഗമായ സജിത് CNന്റെ ചിത്രപ്രദർശനം, ക്യാമ്പിലെ കുട്ടികളുടെ കലാപ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ഗ്രാമീണ കലോത്സവത്തിൽ ലിറ്റിൽ എർത്ത് തിയേറ്റർ കേരള അവതരിപ്പിച്ച ബഷീറിന്റെ മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ നാടകാവിഷ്കാരം ക്ലാവർ റാണി അരങ്ങേറി. ന്യൂസ് ബ്യൂറോ തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്ത നിവാരണത്തിനായി സഹായം നൽകാത്ത കേന്ദ്ര നിലപാട് അങ്ങേയറ്റം ക്രൂരമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ. എന്ത് പ്രതിസന്ധിയുണ്ടായാലും വയനാട് പുനരധിവാസം സംസ്ഥാന സർക്കാർ നീതിയുക്തം നടപ്പാക്കും. വയനാട് പുനരധിവാസ സഹായം നിഷേധിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ LDF. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളും പ്രതിഷേധവും ശക്തം. കരട് വാർഡ് വിഭജന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരമായില്ലെങ്കിൽ UDF ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KKA അസീസ്. കരട് റിപ്പോർട്ടിനെതിരെ അനങ്ങനടിയിൽ UDFന്റെ പ്രതിഷേധ മാർച്ചും ധർണയും. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ പ്രകടനം. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദി ഭാരതത്തെ വെട്ടിമുറിച്ച കോൺഗ്രസ് ആണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. അധികാരാർത്തിമൂത്താണ് കോൺഗ്രസ് രാജ്യത്തെ വിഭജിച്ചതെന്നും ഹിന്ദുക്കളെ ചവിട്ടിത്താഴ്ത്തുന്നതാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷതയെന്നും വത്സൻ തില്ലങ്കേരി. പാലക്കാട്ട് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ പ്രതിഷേധ സമ്മേളനം. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത് 12 ഉപജില്ലകളിൽ നിന്നായി 370ഓളം വിദ്യാർത്ഥികൾ. സമാപനം നാളെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.